സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറത്തിന്റെ മഹത്വം പഠിപ്പിക്കുകയാണ്. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസത്തിലെ നോമ്പാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ആദരിച്ചിരുന്ന 10 ദിവസങ്ങൾ പലപ്പോഴും അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ പെട്ടതാണ് മുഹറത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. മുഹറം മാസത്തെ ഷഹ്റുൽ അംബിയാ, അംബിയാക്കളുടെ മാസം എന്നാണ് അറിയപ്പെടുന്നത്. ഷഹ്റുൽ അംബിയാ, മഹാന്മാരായ അംബിയാക്കളുടെ മാസം. അതിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നോമ്പെടുക്കുന്ന ആളുകൾക്കുള്ള വലിയ പ്രതിഫലത്തെക്കുറിച്ച് മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ റമളാനിന് ശേഷമുള്ള ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറത്തിലെ നോമ്പാണ്. ഒരു സ്വഹാബി വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്ക് നോമ്പെടുക്കാൻ കുറച്ച് ദിവസങ്ങൾ പറഞ്ഞു തരൂ. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, റമളാനിന് ശേഷമുള്ള ദിവസങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? എന്നാൽ അള്ളാഹുവിന്റെ മാസമായ ഷഹ്റുല്ലാഹിൽ മുഹറം, ആ മാസത്തിൽ നോമ്പെടുത്തോളൂ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നോമ്പെടുക്കാനുള്ളതാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ജനത വന്ന് ബഹുമാനപ്പെട്ടവരോട് ആവലാതി പറഞ്ഞു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ മുഹറം മാസത്തിൽ നോമ്പെടുക്കുകയും അനന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു എന്നെ അറിയിച്ചിട്ടുണ്ട്, മുഹറം മാസത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അവിടുത്തെ ജനത അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വിട്ടു നടന്നപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ വർത്താനാണ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മുഹറം മാസത്തിൽ ധാരാളം ഇബാദത്ത് ചെയ്തിട്ട് ദുആരക്കൂ, നിങ്ങളുടെ ദുആ സ്വീകരിക്കാമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കാണാം. ഒരാൾ മുഹറം മാസത്തിന്റെ ആദ്യം മുതൽ ആശൂറാ വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുത്താൽ അയാൾക്ക് അല്ലാഹു തആല ഫിർദൗസുൽ അഅല നൽകുമെന്ന്, സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനം നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെല്ലാവരും സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന മുഹറമൊക്കെ നോമ്പെടുത്തുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മാസത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഫിർദൗസുൽ അഅല നേടിയെടുക്കാൻ